പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാനിപ്പം ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ നെൽകൃഷിയുടെ 37ാമത്തെ വീഡിയോ ആയിട്ടാണ്. ഇന്നിപ്പം വീഡിയോ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 2018 പ്രളയം വന്നത്. ആ ഒരു പ്രളയത്തിൽ എല്ലാ നെൽകർഷകരും, എല്ലാ മേഖലയിലുള്ള നെൽകർഷകരും നല്ല വിളവ് കിട്ടുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കൃഷിക്കാരന് അത്രയും ഒരു വിളവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അതിന് ശേഷമായിട്ട് എന്തെല്ലാം പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയുണ്ടായി. ഓരോ കമ്പനിക്കാർ ഇറക്കിയ സാധനങ്ങളാണ്. അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഭയങ്കരമായിട്ട് ചെനപ്പ്, വിളവ്, പിന്നെ കതിര് ഭയങ്കരമായിട്ട് നീളം വെക്കും. പക്ഷേ ഇത്രയും പ്രോഡക്റ്റുകളെല്ലാം ഈ കമ്പനികൾ നമുക്ക് തന്നിട്ട് നമ്മളിതെല്ലാം വാങ്ങിക്കൊണ്ട് കണ്ടത്തിലിട്ടിട്ട് എന്തുകൊണ്ട് അന്നത്തെ ആ ഒരു വിളവ് പിന്നീട് ഇങ്ങോട്ട് ആർക്കും കിട്ടിയിട്ടില്ല? എൻ്റെ ചോദ്യം ശരിയല്ലേ? എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല? അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ ശരിക്കും ഉണ്ടല്ലോ, ഇതിൻ്റെ കൃഷിക്കാരന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഉണ്ടെന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പം തൊട്ടപ്പുറത്തെ കൃഷിക്കാരനുമായിട്ട് വിളവ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരോ സാധനങ്ങൾ കൊണ്ട് വാരിയിടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ ഡ്രം സീഡർ ആൻഡ് പവർ വീഡർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഒരു ചേട്ടൻ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ 80 സെൻറ്റിലാണ് കൃഷി ചെയ്ത്. ഈ 80 സെൻറ്റ് കൃഷി ചെയ്യാനായിട്ട് ഫസ്റ്റ് വളം, ആദ്യത്തെ ഒരു വളം അദ്ദേഹത്തെ കൊണ്ട് ഇടിയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 കിലോ പൊട്ടാഷും, ഒന്നാം വളത്തിൽ തന്നെ ഇട്ടതാണ്. 80 കിലോ പൊട്ടാഷും 130 കിലോ ഫാക്ടംപോസും, പിന്നെ യൂറിയ എത്രയാണെന്ന് ഓർക്കുന്നില്ല, പിന്നെ കുറേ ചെനപ്പ് കൂട്ടാനാണെന്നും പറഞ്ഞ് കുറേ കണസ സാധനങ്ങളും എല്ലാം കൂടെ കൊണ്ട് ഈ മനുഷ്യനെ കൊണ്ട് ആ മണ്ണിൽ ഇടിയിച്ചു. സത്യത്തിൽ നിങ്ങളുടെ അറിവില്ലായ്മയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ ഈ കൃഷി രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പക്ഷേ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മണ്ണ് ഈ വർഷത്തെ കൃഷി പോയിക്കോട്ടെ, ഈ വർഷം കൃഷി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സമയത്തോ നിങ്ങളുടെ മണ്ണ് ആദ്യം ഒന്ന് പരിശോധിക്കുക. കൃഷിക്കിടയിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷിക്ക് ശേഷവും ആയിക്കോട്ടെ, ഈ വർഷത്തെ മണ്ണൊന്ന് പരിശോധിച്ചതിന് റിസൾട്ട് എടുത്ത് വെക്കണം. നിങ്ങളുടെ മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം അമിതമായിട്ടുണ്ടോ? അലുമിനിയത്തിൻ്റെ അംശം അധികമായിട്ടുണ്ടോ? പിന്നെ കോപ്പർ കൂടി പോകുന്ന പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മണ്ണൊന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ടത് മനസ്സിലാവും. അല്ല, 2 വർഷത്തിൽ ഒരിക്കലൊന്ന് പരിശോധിച്ചാലും മതി. എന്നിട്ട് അതിന് ശേഷം വീണ്ടും അടുത്ത കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ പരിശോധിക്കുക. അപ്പം ഈ വർഷത്തെ കൃഷി കഴിയുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അടുത്ത വർഷം മണ്ണ് ഒരുക്കുമ്പോഴേ കക്കായിട്ടിട്ട് കൃത്യമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് പ്രളയത്തിൽ വിളവ് കിട്ടിയതിൻ്റെ ഏറ്റവും മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ, ഇത്രയും വെള്ളം ഒഴുകി മാറിയപ്പം നമ്മുടെ പാടശേഖരങ്ങളിലെ പുളി കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒഴുകി മാറിയപ്പോൾ പുളി നന്നായിട്ട് മാറി കിട്ടിയതായിട്ടാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പുളിയും മാറി, പിന്നെ എക്കലും വന്നു. പക്ഷേ അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടൊരു 3 വർഷമായിട്ട് കൃഷി പൊട്ടിക്കൊണ്ടിരിക്കുക. ഓരോ കൃഷിക്കാർ വിളിച്ചിട്ട്, മോനെ ഇത് നഷ്ടം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പം ഭാര്യമാർ പറയും, എന്തിനാണ് നിങ്ങൾ ഈ പണിക്ക് നടക്കുന്നത്? അതുപോലെ ഉള്ള ആൾക്കാരാണ് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വലിയ കോർപ്പറേറ്റുകളെ ഒന്നും ഞങ്ങൾ വലിയ ഇതിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നില്ല. ഞങ്ങൾ 5 ഏക്കർ സ്വന്തമായിട്ട് കൃഷി, 5, 6, 7 കൃഷിയുള്ള ഒരു കൃഷിക്കാരനാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ അതേ രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഫീൽഡിലേക്ക് ഞാൻ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകാം. കഴിഞ്ഞ ദിവസം ഞാനൊരു കതിരിൻ്റെ ഇത് കാണിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഇതാണെന്ന്. ഇപ്പം ഇനി ഞാൻ പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോ ഘട്ടമായിട്ട് ഇപ്പം ഞാൻ ഫ്രീ ആയി. ഞങ്ങളുടെ നെല്ലിൻ്റെ ഓരോ രീതിയും കാര്യങ്ങളും എല്ലാം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പം ഡ്രം സീഡർ വെച്ച് ഞങ്ങളിപ്പോൾ ചെയ്ത 11 കിലോ വിത്ത് ഉപയോഗിച്ചുള്ള ഒരു ഫീൽഡ് കാണിക്കാം. ഇതിനകത്ത് എത്ര ചെനപ്പുകളുണ്ട്, അതിൻ്റെ കടയുടെ വണ്ണം, ഇത് 13 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഈ നെല്ലുകൾ നിൽക്കുന്നത്. ഈ 13 സെൻറ്റിമീറ്റർ അകലവും 8 സെൻറ്റിമീറ്റർ വരികൾ തമ്മിലുള്ള വ്യത്യാസത്തിലാണ്. അപ്പോൾ ഇത് അവസാനം കതിര് നിരന്ന് കഴിയുമ്പോൾ മൊത്തം ഇതങ്ങ് ഫുള്ളായി ചെടി റിലാക്സ് ആയിട്ടിരിക്കും. കാറ്റടിച്ചാൽ പോലും നെല്ല് വീഴത്തില്ല, നെല്ലിന് ഹൈറ്റ് വന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ്. പിന്നെ മുഞ്ഞ പിടിക്കത്തില്ല, അവിച്ചിലുണ്ടാകത്തില്ല, വളരെ വളം കുറച്ച് മതി. കാരണം ആളെണ്ണം കുറവായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ചെടി എപ്പോഴും നല്ല കറുത്ത ആരോഗ്യത്തോടെ നിൽക്കും. പിന്നെ BLB, പിന്നെ ബ്ലാസ്റ്റ്, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം ഇത് നമ്മളെ രക്ഷപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പം ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഫോളോ ചെയ്യുന്നവരെല്ലാം ഈ വർഷം കൃഷി നഷ്ടമായാലും സാരമില്ല, നിങ്ങൾ ഈ വർഷവും അടുത്ത വർഷവും ഈ മണ്ണൊന്ന് പരിശോധിക്കണം.
അതോടുകൂടി 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് തരാൻ പറ്റും. എന്നിട്ട് നമുക്ക് അടുത്ത വർഷം എന്തുവാ ഇപ്പോൾ ഞങ്ങൾ ഈ ഡ്രം സീഡർ വെച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്നവരുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങളിപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ തുടങ്ങി ഞങ്ങളിപ്പം രീതിയിൽ 2000 ഏക്കറിനടുത്ത് ഇപ്പം ഡ്രം സീഡർ കൊണ്ടുള്ള കൃഷി കേരളം മുഴുവനായിട്ട് ഇപ്പം ഞങ്ങളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ ഒരു റിസൾട്ടും ഇവരുടെ എല്ലാം കൂടെ അവരും അത് കൈക്ക് വിതച്ചവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കിയിട്ടൊക്കെ അനുഭവത്തിലൂടെ നിങ്ങൾ പഠിച്ചാൽ മതി. ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല. അതായത് പാർട്ടായിട്ട് ഓരോ കൃഷിക്കാരൻ്റെ ഓരോ സ്റ്റേജുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. എനിക്കറിയാം ഈ ഗ്രൂപ്പ് അധികം താമസിയാതെ ഇത് നിറഞ്ഞു പോകും. അതിനോടൊക്കെ ആൾക്കാർ വരുന്നവരൊക്കെ നമ്മൾ ഇതിനകത്ത് കയറ്റി ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കൊണ്ട് തന്നെ ഞങ്ങളും വലിയ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കയറിയ ആൾക്കാരൊക്കെ വളരെ നന്നായിട്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. എല്ലാവരും നിങ്ങൾ ഒരു വർഷം ഞങ്ങളെ നിരീക്ഷിക്കുക. നിങ്ങൾ ഞങ്ങളെ നിരീക്ഷിച്ചതിന് ശേഷം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഫീൽഡിലേക്ക് പോവുക. ഫീൽഡിലോട്ട് പോയിട്ട് കുറച്ച് നമ്മളെ രക്ഷിക്കുന്ന കുറേ സാധനങ്ങളുടെയും ദോഷം വരുന്ന കുറേ ജീവജാലങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പം അടുത്ത വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ.